ശേഖർ ബോധം കെട്ട് താഴെ വീണിരിക്കുന്നതിനെ രമണ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ ബോധം വീണ്ടെടുത്ത ശേഷം രാജശേഖർ അവനോട് ഇങ്ങനെ പറയുന്നു: എന്തായിരിക്കും നിന്നെ ഇത്രയും നാളായി എന്തായിപ്പോയി നിനക്ക് അറിയാമോ? നമ്മുടെ ഗ്രാമത്തിലെ വലിയ രാമയ്യകാർ ഹൃദയാഘാതം മൂലം മരിച്ചു. അവന്റെ അടുത്ത് ജോലി ചെയ്തിരുന്നവൻ. അവന്റെ അന്തിമകർമ്മങ്ങൾക്ക് പോലും വന്നില്ലയോ? നീ എന്തായിപ്പോയി എന്ന ദിവസങ്ങൾ. രാമയ്യക്ക് സംഭവിച്ചത് ഹൃദയാഘാതമല്ല, അവനെ കൊന്നു. കൊല. എന്താണ് നീ പറയുന്നത്? നിനക്ക് എന്തെങ്കിലും ഭ്രാന്താണോ? അവനെ കൊല്ലാൻ തക്ക വെറുപ്പുണ്ടാകും. അവൻ ഒരിക്കലും ആരെയും അപകാരം ചെയ്തിട്ടില്ല. അവൻ ജീവിച്ചിരുന്ന കാലത്ത് എല്ലാവർക്കും സൗജന്യമായി ചികിത്സ നൽകി. അങ്ങനെ പറഞ്ഞാൽ അവനെ കൊന്നത് ആർക്കും ഉണ്ടാകുമോ? നീ പറഞ്ഞത് ശരിയാണ്. അവന്റെ നല്ല മനസ്സാണ് അവനെ നശിപ്പിച്ചത്. നീ പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. കുറച്ച് വ്യക്തമായി പറയൂ. അവൻ പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ അടുത്ത ഗ്രാമത്തിലെ മുതിർന്ന ആ ചലപതി, അവന്റെ ആളുകൾ. എന്ത് ചലപതി സാർ? സാർ എന്ന് വിളിക്കുന്നവനും മറ്റുള്ളവരും. ഒരു ഭീകരൻ. ആ ദുഷ്ടൻ ഇത്രയും ചെയ്തോ? ഞാൻ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ തീരുമാനിച്ചത്? രാമയ്യ സാർ നമ്മുടെ ഗ്രാമത്തോടൊപ്പം അടുത്ത ഗ്രാമത്തിലെ ജനങ്ങൾക്കും സൗജന്യമായി ചികിത്സ നൽകി ഈ ഗ്രാമത്തിന്റെ ജനങ്ങളുടെ സ്നേഹം നേടി. അത് കണ്ട് ചലപതി തന്റെ ഗ്രാമത്തിലെ മുതിർന്ന പദവിക്ക് ഭീഷണിയുണ്ടാകുമെന്ന് അസൂയയോടെ തന്റെ ആളുകളുമായി ചേർന്ന് രാമയ്യ സാറിനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത്യന്തം ക്രൂരമായി കൊന്നുകളഞ്ഞു. അതിനു പുറമെ രാമയ്യ സാറിന്റെ പൂജമുറിയിൽ ഉണ്ടായിരുന്ന ആ വിലപ്പെട്ട നിധിയും കവർന്നെടുത്തു. അവനെ ഏതെങ്കിലും സാഹചര്യത്തിലും വിട്ടുകൊടുക്കരുത്. എങ്ങനെയെങ്കിലും അവനെ അവസാനിപ്പിക്കണം. പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നില്ല. രാമയ്യ സാറിന്റെ അടുത്ത് അത്ര വിലപ്പെട്ടത് എന്താണ്? ആ വിലപ്പെട്ടത് രാമയ്യ സാറിനും അവരുടെ വംശത്തിനും അവരുടെ പൂർവികർ താളപത്രങ്ങളുടെ രൂപത്തിൽ നൽകിയ വിലപ്പെട്ട വൈദ്യരഹസ്യങ്ങളാണ്. അവയിൽ ഏത് രോഗവും സുഖപ്പെടുത്താൻ കഴിയുന്ന ഔഷധങ്ങളും അവയെ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചും വിശദമായി എഴുതിയിട്ടുണ്ട്. രാമയ്യ സാറോ അതിലെ സ്വങ്ങൾ അനുസരിച്ച് ഇത്രകാലം ജനങ്ങൾക്ക് സൗജന്യമായി ചികിത്സ നൽകുകയായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ അന്നേ വന്നിട്ട് ഞങ്ങളെന്തിന് അറിയിച്ചില്ല? അന്നേ അറിയിച്ചിരുന്നെങ്കിൽ ഇതുവരെ ചലപതിയെ കീരി കഷ്ണങ്ങളാക്കുമായിരുന്നു. അന്നേ എന്തിനു പറഞ്ഞില്ല? ഇത്രകാലം എവിടെയായിരുന്നു? വീണ്ടും ഇപ്പോഴാണ് എന്തിനു കൊണ്ടുവന്നത്? ആ ഭീകര സംഭവം നടന്ന ദിവസം തന്നെ ഞാൻ ഗ്രാമവാസികൾക്ക് എല്ലാം പറയാനായി അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചലപതിയുടെ ആളുകൾ വന്ന് എന്നെ അടിച്ചു അവന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഈ കാര്യം ആരെയെങ്കിലും പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് ഭയന്ന് കാട്ടിലേക്ക് ഓടിപ്പോയത്. എനിക്ക് അറിയാതെയേ കാട്ടിൽ നടക്കുന്നതിനിടെ ആ ചലപതിയുടെ ഗ്രാമമായ ദേവകിയിലെത്തി. ഇത്രകാലം ആരും അറിയാതെ ആ ഗ്രാമത്തിൽ തന്നെ ഒളിച്ചിരുന്നതാണ്. എന്നാൽ ചില ദിവസങ്ങളായി ആ ദുർമാർഗനായ ചലപതി രാമയ്യയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച താളപത്ര ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് അവന്റെ ജനങ്ങൾക്ക് വൈദ്യസേവനങ്ങൾ നൽകി ജനങ്ങളിൽ നിന്നുള്ള സമ്പത്ത് മുഴുവൻ കവർന്നെടുക്കുകയാണ്. ആ ചലപതി തന്റെ ആളുകളെ ഉപയോഗിച്ച് ആ ഗ്രാമത്തിൽ താമസിച്ച് ജനങ്ങളിൽ വിഷപരീക്ഷണങ്ങൾ നടത്തുകയാണ്. ആ വിഷപരീക്ഷണത്തിന്റെ ഫലമായി രോഗികളായവർ ആരെങ്കിലും ചികിത്സയ്ക്കായി അവന്റെ അടുത്ത് പോയാൽ അവൻ ആവശ്യപ്പെടുന്നത്ര സമ്പത്ത് അവന് നൽകാതെ പോവില്ല. ചികിത്സ ചെയ്യില്ലെന്ന് പറഞ്ഞ് ബലമായി അവരുടെ അടുത്ത് നിന്ന് കൂടുതൽ പണം ഈടാക്കുകയാണ്. ആരെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടത്ര സാമ്പത്തിക ശേഷിയില്ലാതെ അവന്റെ അടുത്ത് പോയാൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും അവൻ ശ്രദ്ധിക്കുന്നില്ല. ആ കഠിനഹൃദയൻ ഇങ്ങനെ തുടരുമ്പോൾ നാളെ അവന്റെ കണ്ണ് നമ്മുടെ ഗ്രാമത്തിലേക്കും തിരിയുകയാണ്. അതുകൊണ്ട് എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല. എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഗ്രാമത്തിന്റെ താളപത്ര ഗ്രന്ഥങ്ങൾ മോഷ്ടിച്ച് വീണ്ടും ഗ്രാമത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ രാമയ്യ ഗാർ ആഗ്രഹിച്ചതുപോലെ ജനങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായി ചികിത്സ ലഭ്യമാക്കണം. അതിനായി സഹായം തേടാനാണ് ഞാൻ വീണ്ടും തിരികെ വന്നത്. നിശ്ചയമായും ശേഖർ, ഇത് നമ്മുടെ രാമയ്യ ഗാരുടെ സ്വപ്നം. എങ്ങനെയെങ്കിലും നാം ആ സ്വപ്നം സാക്ഷാത്കരിക്കണം. പക്ഷേ നാം രണ്ടുപേർ മാത്രം ഇതിനു പോരാ. മറ്റൊരു വ്യക്തിയുടെ സഹായവും ആവശ്യമാകും. അതുപോലെ ഒരു നല്ല ഉപായവും ആലോചിക്കണം. അതേ രമണ, ഒരു നല്ല ഉപായം നാം മുൻകൂട്ടി ആലോചിക്കണം. അല്ലെങ്കിൽ തെറ്റായി നാം അവന്റെ കയ്യിൽ കുടുങ്ങിയാൽ അവൻ നമ്മുടെ കഥകൾ എടുത്തു പോകാതെ വിട്ടുകളയാൻ അനുവദിക്കില്ല. എങ്കിൽ നീ എന്തെങ്കിലും ഉപായം ആലോചിച്ചോ? ആദ്യം നമുക്ക് നമ്മുടെ സുഹൃത്ത് പ്രസാദിനെ കാണാൻ പോകാം. അതിനുശേഷം മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടുന്നതിനായി ഒരു നല്ല പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുകയും അതനുസരിച്ച് ആസൂത്രണം ചെയ്യുകയും വേണം.
ശരി, എങ്കിൽ ആദ്യം പോയി പ്രസാദിനെ കാണാം. ആ നിമിത്തം പ്രസാദിനെ കാണാൻ പോയി. പ്രസാദിനെ കണ്ട് സംഭവിച്ചതെല്ലാം അവനോട് വിശദമായി പറഞ്ഞു. അപ്പോൾ പ്രസാദും ഞങ്ങൾക്ക് സഹായിക്കാൻ തയ്യാറായി. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഒരു ഉപായം ആലോചിച്ച് അതനുസരിച്ച് കൃഷ്ണഗിരിയിൽ നിന്ന് ദേവരിയിലേക്ക് പുറപ്പെട്ടു. ഗ്രാമത്തിലെത്തിയ ശേഷം ഞങ്ങൾ മൂവരും അചലപതിയുടെ വീട്ടിന് സമീപം താമസിക്കാൻ അവന്റെ വീട്ടിന്റെ പിന്നിൽ ഒരു മുറി വാടകയ്ക്ക് എടുത്തു. ശേഖറിനെ ചലപതി തിരിച്ചറിയും എന്നതിനാൽ അവന്റെ വീട്ടിൽ നിന്ന് പുറത്തു വരാതിരിക്കാൻ വീട്ടിൽ തന്നെ ഒളിപ്പിച്ചു. ഞാൻ പ്രസാദും ചേർന്ന് ചലപതിയുടെ വീട്ടിൽ അവന്റെ ചലങ്ങളെ നിരീക്ഷിച്ചു. അങ്ങനെ ചലപതിയെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി ഒരു ദിവസം ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. ഓരേ പ്രസാദ്, ശേഖർ, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ആ ചലപതി രാമയ്യയുടെ അടുത്ത് നിന്ന് മോഷ്ടിച്ച ആ താളപത്ര ഗ്രന്ഥങ്ങൾ തന്റെ കിടപ്പുമുറിയിലെ ഒരു ഇരുമ്പ് പെട്ടിയിൽ വെച്ചിരിക്കുന്നു. അതിന്റെ താക്കോൽ എപ്പോഴും അവന്റെ പക്കലായിരിക്കും. അപ്പോഴാണ് എങ്ങനെയെങ്കിലും പെട്ടി പൊളിച്ച് അകത്തുനിന്ന് ആ താളപത്രങ്ങൾ എടുത്തു പോകാം. ഓ, ഇപ്പോൾ നിങ്ങൾക്ക് തിരക്കുണ്ട്. അവൻ എന്താണ് പറയുന്നതെന്ന് ആദ്യം മുഴുവൻ കേൾക്കാം. നിനക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനുശേഷം അവയെ ചോദിക്കാം. രമണനെ പറയൂ. ആ ചലപതി ഉറങ്ങുമ്പോൾ മാത്രം താക്കോലുകൾ തലയിണ കീഴിൽ വയ്ക്കും. നമുക്ക് അതേ സമയത്ത് തന്നെ ആ താക്കോലുകൾ പിടിച്ചെടുക്കണം. അത് എങ്ങനെയാണ്? പിറവായി ഒരു ചെറിയ ശബ്ദം വന്നാലും അവൻ എഴുന്നേറ്റ് ഇരിക്കും. നമുക്ക് പിടിയാകും. ഒരു രാത്രി കുറച്ചു നേരം അടച്ചിരിക്കാൻ പറയണോ? അങ്ങനെ നടുവിൽ തന്നെ നിർത്തും. പക്ഷേ നീ പറയാൻ ഉദ്ദേശിച്ചതു പൂർത്തിയാക്കൂ രമണ. അതുകൊണ്ടാണ് നമുക്ക് അവന്റെ മുറിയിലേക്ക് പോയി ആദ്യം അവന്റെ മുഖത്ത് ഈ മുഴുവൻ ഒഴിക്കുക. അങ്ങനെ അവൻ കുറഞ്ഞത് 23 മണിക്കൂർ വരെ ഉറക്കത്തിലായിരിക്കും. അവന്റെ അടുത്ത് മിന്നൽ വീണാലും അവൻ എഴുന്നേൽക്കില്ല. അപ്പോൾ വീട്ടിന് പുറത്തുള്ള അവന്റെ ജോലിക്കാരുടെ കാര്യം എന്താണ്? അവർ വീട്ടിന് പുറത്തുള്ള കുമ്പത്തിന് സമീപം കാവൽ മേൽക്കും അല്ലേ? ഓ രമണ, ആദ്യം ഓസ്ട്രേലിയയിൽ ഉള്ള മുഴുവൻ ആളുകളും നമ്മെ പീഡനത്തിൽ നിന്നും മോചിപ്പിക്കും. അല്ല, ആദ്യം മോഹൻ മേൽ കോട്ട് ധരിച്ച് ഭയന്ന് എന്തോ ചെയ്യുന്നത്. ഓ, നിങ്ങൾ തർക്കിക്കുന്നത് നിർത്തി ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ. ഇതെല്ലാം എല്ലാവരുടെയും ജോലി. അവരുടെ മുഖത്ത് പോലും തണുപ്പിക്കുക. അതിനുശേഷം അവർ എഴുന്നേറ്റാൽ നമ്മെ പിന്തുടരാതെ മുൻകൂട്ടി അവരുടെ കാലുകളും കൈകളും കയറുകൊണ്ട് കെട്ടുക. അതിനുശേഷം ചലപതിക്കും മയക്കുമരുന്ന് നൽകി അവനെയും അമ്മയോടൊപ്പം അതേ കിടക്കയിൽ കെട്ടുക. പിന്നെ തലയിണയുടെ കീഴിലുള്ള താക്കോൽ എടുത്ത് അദ്ദേഹത്തിന്റെ പെട്ടി തുറന്ന് അതിലെ താൾപത്ര ഗ്രന്ഥങ്ങൾ എടുത്ത് നമ്മുടെ ഗ്രാമത്തിലേക്ക് തിരികെ പോകാം. അവിടെ നമ്മുടെ ഗ്രാമവാസികൾക്ക് സത്യം പറഞ്ഞ് അവരോടൊപ്പം ചലപതിയെ ഈ ഗ്രാമവാസികളുടെ മുന്നിലേക്ക് വലിച്ചിരിച്ചു കൊണ്ടുപോയി അവരെ ശിക്ഷിക്കാം. നീ പറയുന്നതെല്ലാം ശരിയാണ് രമണ. പക്ഷേ നമ്മൾ കരുതിയതുപോലെ സംഭവിക്കാതിരുന്നാൽ അപ്പോൾ നമ്മുടെ സ്ഥിതി എന്താകും? ഈ പ്രക്രിയയിൽ നമ്മളിൽ ആരെങ്കിലും അവരുടെ കയ്യിൽ പെടുകയാണെങ്കിൽ അപ്പോൾ എന്തു ചെയ്യണം? ഓരി ശങ്കര, ഇത്ര നേരം എന്നെ തടഞ്ഞു, ഇപ്പോൾ നീ ഇടയിൽ കുടുങ്ങിയോ? അതിന് ഒരു പരിഹാരം ഞാൻ മുമ്പേ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പേ തന്നെ നിയമ ഉദ്യോഗസ്ഥരെ കത്തിൽ ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. നാളെ നമ്മൾ പിടിക്കപ്പെട്ടാൽ അതിന്റെ അടുത്ത ദിവസം രാവിലെ അവർ ഈ ഗ്രാമത്തിൽ എത്തി ജനങ്ങളെല്ലാം ചോദ്യം ചെയ്ത് ചലപതിയുടെ വീട്ടിൽ പരിശോധന നടത്തി അവനെ പിടികൂടി കൊണ്ടുപോകും. നാളെ എന്ന് പറയുന്നത് നാളെ രാത്രിയെങ്കിലും നമുക്ക് ഈ ജോലി ചെയ്യേണ്ടതുണ്ട്. അതേ പ്രസാദ്, ആ ശേഖർ, ഒളിച്ചോടിയാലും അല്ലാതിരുന്നാലും നീ എന്തായാലും ആ ഗ്രന്ഥങ്ങൾ നമ്മുടെ ഗ്രാമത്തിലെത്തിക്കണം. കാരണം രാമയ്യ സാറിന്റെ അടുത്ത് ആ വൈദ്യവിദ്യ പഠിച്ചത് നീയാണല്ലോ. അതിനാൽ ഭാവിയിൽ ഗ്രന്ഥങ്ങളെ അനുസരിച്ച് ജനങ്ങൾക്ക് നീയെ ചികിത്സ നൽകണം. തീർച്ചയായും രമണ, എന്റെ പരമാവധി ശ്രമിക്കും. അപ്പോൾ ശരി, നാളെ രാവിലെ നമുക്ക് വളരെ ജോലിയുണ്ട്. നമ്മൾ ചന്തയിൽ പോയി ആവശ്യമായ താക്കോലുകൾ, ചെങ്കലകൾ എന്നിവ വാങ്ങി വരണം. അതിനാൽ ഇപ്പോൾ വിശ്രമം എടുക്കുന്നത് നല്ലതാണ്. അതെ, നീ പറഞ്ഞത് ശരിയാണ്. രാത്രി സമയമായി. ഇപ്പോൾ എല്ലാവരും കിടന്നുറങ്ങാം. നാളെ രാവിലെ ചന്തയിൽ പോകാം. അങ്ങനെ കരുതി ആ രാത്രി ഞങ്ങൾ ചെയ്യേണ്ടതിനെക്കുറിച്ച് ചിന്തിച്ച് വലിയ ആകാംക്ഷയോടെ ആലോചിച്ച് ഉറക്കത്തിലേക്ക് വീണു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ സാധനങ്ങളും ചന്തയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നു. അതിനുശേഷം ഞങ്ങൾ മൂവരും ഞങ്ങളുടെ മുറിയിൽ ഇരുന്നു രാത്രി എപ്പോഴാകും എന്ന് കാത്തിരിക്കാൻ തുടങ്ങി. അർദ്ധരാത്രി സമയമായപ്പോൾ ഞങ്ങൾ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു സഞ്ചിയിൽ വെച്ച് മന്ദതിയിൽ ചലപതി വീട്ടിലേക്ക് എത്തി.
ഞാൻ ആ സാധനങ്ങളുടെ ചാക്ക് എൻ്റെ കയ്യിൽ പിടിച്ചു. ശേഖർ തൻ്റെ കയ്യിൽ കട്ടകൾ പിടിച്ചു. പ്രസാദ് തൻ്റെ കയ്യിൽ മയക്കുമരുന്ന് കുപ്പി പിടിച്ചു. മൂവരും ആ വീട്ടിൻ്റെ ചുറ്റും മതിൽ കയറി വീട്ടിലേക്ക് ചാടാൻ ശ്രമിക്കുമ്പോൾ പ്രസാദിൻ്റെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് കുപ്പി പൊട്ടിപ്പോയി. ആ ശബ്ദം കേട്ട് പുറത്തു കാവൽ നിന്നിരുന്ന ചലപതിയുടെ തൊഴിലാളികൾ ആരാണ് ശബ്ദം ഉണ്ടാക്കിയത്? ആരാണ് പ്രശ്നം സൃഷ്ടിച്ചത്? ആദരവോടെ പുറത്തേക്ക് വരൂ. ഞങ്ങൾ വന്നാൽ നിങ്ങൾ ഞങ്ങളുടെ കൈകളിൽ ആയിരിക്കും എന്ന് വിളിച്ചുകൊണ്ട് അവർ ഈ ഭാഗത്തേക്ക് ഓടിവന്നു. ഇതുവരെ അവർക്ക് പിടികിട്ടിയോ ഇല്ലയോ എന്ന് അടുത്ത് കാണാം.